നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഈ വർഷം റിപ്പോ നിരക്ക് കുറയ്ക്കില്ലെന്ന് SBI. ചില്ലറ പണപ്പെരുപ്പം വർദ്ധിച്ചതാണ് കാരണം. ട്രംപിന്റെ 50% തീരുവയിൽ ഇന്ത്യൻ ഓഹരി വിപണിക്കേറ്റത് കനത്ത തിരിച്ചടി. വിപണിയിൽ ചാഞ്ചാട്ടം തുടരാൻ സാധ്യത. വമ്പൻ കമ്പനികളെ വിപണിയിലെത്തിക്കാൻ IPO നടപടികളിൽ ഇളവനുവദിച്ച് സെബി. വിദേശ നിക്ഷേപകരുടെ വിപണി പ്രവേശനം, കക്ഷി ഇടപാടലുകൾ എന്നിവയിൽ മാറ്റം. കെ ഫോണിന് കഴിഞ്ഞ വർഷം 66 കോടി രൂപ വരുമാനമെന്ന് MD ഡോക്ടർ സന്തോഷ് ബാബു. GST കൗൺസിൽ യോഗത്തിൽ സിമന്റിന്റെ GST 28% നിന്ന് 18% കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ഭവന നിർമ്മാണ ചെലവ് 5% മുതൽ 7% വരെ കുറയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST പരിഷ്കരണം സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെ തലോടുന്നതാണ്. ഭവന നിർമ്മാണ മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് സിമന്റിന്റെ GST നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം. 28% നിന്ന് 18% കുറച്ചതോടെ നിർമ്മാണ ചെലവ് കുറയുന്നതിന് ഉപഭോക്താക്കൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. ഈ വർഷം റിപ്പോ നിരക്ക് കുറയ്ക്കില്ലെന്ന് SBI. ചില്ലറ പണപ്പെരുപ്പം വർദ്ധിച്ചതാണ് കാരണം. ഒക്ടോബറിൽ റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുൻ റിപ്പോർട്ടുകളാണ് SBI തള്ളിയത്. ഓഗസ്റ്റിൽ ചില്ലറ പണപ്പെരുപ്പം 2% മുകളിലേക്ക് എത്തി. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ളവ വിളവെടുപ്പ് കാലത്തെ സ്വാധീനിച്ചേക്കാം. കാർഷിക സംസ്ഥാനങ്ങളിൽ അധിക മഴ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ആദ്യം വരെ ഇന്ത്യയിലുടനീളം സാധാരണയേക്കാൾ 9% കൂടുതലായിരുന്നു മഴ. ഇതിന്റെ ഫലമായി വിളവെടുപ്പ് കുറയാം, ഭക്ഷ്യവിലപ്പെരുപ്പം ഉയരും. പച്ചക്കറിക്കടക്കം വില ഉയർന്നാൽ ഡിസംബർ മാസത്തെ നിരക്ക് കുറയ്ക്കലും സാധ്യമാവില്ലെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു. ഓഗസ്റ്റിൽ ചില്ലറ പണപ്പെരുപ്പം 2.07%, കോർ പണപ്പെരുപ്പം 4.16%. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വർധനവ് കണ്ടു. ഗ്രാമീണ മേഖലകളിലെ പണപ്പെരുപ്പം 1.69%. ജൂലൈയിലെ 1.18% നിന്നാണ് ഈ കുതിപ്പ്. നഗരപ്രദേശങ്ങളിലെ പണപ്പെരുപ്പം 2.10% നിന്ന് 2.47% ഉയർന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ 50% തീരുവയിൽ ഇന്ത്യൻ ഓഹരി വിപണിക്കേറ്റത് കനത്ത തിരിച്ചടി. വിപണിയിലെ ചാഞ്ചാട്ടം തുടരാൻ സാധ്യത. രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക -0.5 ഇടിഞ്ഞുവെന്നും ക്രിസിൽ. ജൂലൈയിലെ -0.4 നിലവാരത്തിൽ നിന്നാണ് ഈ ഇടിവ് സംഭവിച്ചത്. പണം, കടം, ഇക്വിറ്റി, വിദേശ നാണ്യ വിപണി ഇവയുടെ നിലവിലെ അവസ്ഥയാണ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻഡെക്സ് അഥവാ FCI സൂചിപ്പിക്കുന്നത്. താരിഫ് ആശങ്കയ്ക്ക് പിന്നാലെയാണ് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയത്. തുടർച്ചയായ 3-ാം മാസവും ഇത് തുടർന്നത് വെല്ലുവിളിയാണ്. കാരണം FPI പിൻവലിക്കൽ ഓഹരി വിപണികളെ സമ്മർദ്ദത്തിലാക്കും. US-ന്റെ താരിഫ് വർധനവ് ഇതിനകം തന്നെ ഓഹരി വിൽപ്പനയ്ക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്കും അനിശ്ചിതത്വം നിലനിൽക്കാം. ബെഞ്ച്മാർക്ക് സൂചികകളിലെ 2% ഇടിവ് നിക്ഷേപകർ ജാഗ്രതയിലാണെന്ന സൂചനയാണ് നൽകുന്നത്. വ്യാപാര ബന്ധങ്ങളിലും FPI നിലപാടിലും വ്യക്തത ഉണ്ടാകുന്നതുവരെ ഈ പ്രവണത തുടരാം. GST നിരക്ക് കുറയ്ക്കലിനെക്കുറിച്ച് നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഉയർന്ന ധനക്കമ്മിയും അവർ ഭയപ്പെടുന്നു. ഇത് സർക്കാരിന് ഉയർന്ന വായ്പാ ചെലവിലേക്ക് നയിച്ചേക്കാമെന്നും ക്രിസിൽ വ്യക്തമാക്കി. രൂപയ്ക്ക് മേലും വൻ സമ്മർദ്ദമാണുള്ളത്. ഓഗസ്റ്റിൽ ഡോളറിനെതിരെ എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 87.8 രൂപയെത്തി. GST പരിഷ്കരണം, ഉപഭോഗത്തിൽ പ്രതീക്ഷിച്ച ഉത്തേജനം എന്നിവയാണ് വിപണിയെ ഇക്കാലത്തെ പിന്തുണച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വമ്പൻ കമ്പനികളെ വിപണിയിലെത്തിക്കാൻ IPO നടപടികളിൽ ഇളവനുവദിച്ച് സെബി. വിദേശ നിക്ഷേപകരുടെ വിപണി പ്രവേശനം, കക്ഷി ഇടപാടുകൾ എന്നിവയിലും മാറ്റം. 1957 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. സെബിയുടെ നിലവിലെ വ്യവസ്ഥ പ്രകാരം ഇഷ്യൂവിന് ശേഷമുള്ള മൂലധനം 1,00,000 കോടിക്ക് മുകളിലാണെങ്കിൽ IPO വഴി 5% ഓഹരികളെങ്കിലും കമ്പനി പുറത്തിറക്കണം. അതായത് 5,000 കോടി രൂപയുടെ ഓഹരി. എന്നാൽ ഇനി ഇതിന് സമയം ലഭിക്കും. ലിസ്റ്റിംഗിൽ പൊതു ഓഹരി പങ്കാളിത്തം 15%-ൽ താഴെയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ 15%-ആയും ശേഷം 10 വർഷത്തിനുള്ളിൽ 25%-ആയും ഉയർത്തണം. ലിസ്റ്റിംഗിൽ ഇത് 15%-ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ 25% പരിധി പാലിക്കണം.
2.5% മാത്രം ഓഹരികൾ വിറ്റഴിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ വൻകിട കമ്പനികൾക്ക് ലഭിക്കുക. അതായത് 2500 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ പുറത്തിറക്കാം. കുറഞ്ഞ തുകയ്ക്ക് IPO നടത്താനാകും. മികച്ച വൻകിട കമ്പനികളിൽ നിക്ഷേപം നടത്താനുള്ള അവസരം ചെറുകിടക്കാർക്കും ലഭിക്കും. ആങ്കർ നിക്ഷേപ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച 2018 മൂലധന ചട്ടങ്ങളിലെ മാറ്റങ്ങളും സെബി അംഗീകരിച്ചിട്ടുണ്ട്. ഇതോടെ മ്യൂച്വൽ ഫണ്ടുകൾക്കൊപ്പം ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും പെൻഷൻ ഫണ്ടുകളും ഇപ്പോൾ റിസർവ്ഡ് ആങ്കർ നിക്ഷേപ വിഭാഗത്തിൽ ഉൾപ്പെടും. കൂടാതെ മൊത്ത ആങ്കർ റിസർവേഷൻ 1/3 നിന്ന് 40% വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കേരള വാർത്തകൾ. കെ ഫോണിന് കഴിഞ്ഞ വർഷം 66 കോടി രൂപ വരുമാനമെന്ന് MD ഡോക്ടർ സന്തോഷ് ബാബു IAS. ഇതുവരെ 1,20,000 കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. ആദിവാസി മേഖലകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം മൈഫിൻ TVയോട് പറഞ്ഞു. നമ്മോടൊപ്പം ഉള്ളത് കെ ഫോണിൻ്റെ MD സന്തോഷ് കുമാർ IAS സാറാണ്. സാർ, ഇപ്പോൾ കെ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് 1.5 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ നിലയിൽ കെ ഫോണിൻ്റെ നിലവിലുള്ള പ്രവർത്തനം എന്തൊക്കെയാണ്? റവന്യൂ വന്നു തുടങ്ങിയോ? താങ്ക് യു. 1,20,000 കണക്ഷൻസ് നമ്മളിപ്പോൾ ആയിട്ടുണ്ട്. ഗവൺമെൻറ്റും പ്രൈവറ്റും വീടുകളും എല്ലാം ചേർന്നിട്ട് നമ്മൾ അടുത്ത വർഷം ഒരു 3 ലക്ഷം എത്താനുള്ള ഇതാണ്. അപ്പം റവന്യൂസ് വരാൻ തുടങ്ങി. ഈ വർഷത്തെ നമ്മുടെ റവന്യൂ ടാർഗറ്റ് 48 കോടിയായിരുന്നു 2024-25. അത് 66 കോടി എത്തിയെന്നുള്ളൊരു ചരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ. പക്ഷേ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഈ റീപേയ്മെൻറ്റ് ടു കിഫ്ബി വിൽ സ്റ്റാർട്ട് ഹിറ്റിംഗ് ഇൻ. അപ്പം പ്രോഫിറ്റ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഓൺ ടോപ്പ് ഓഫ് ഇറ്റാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമ്മൾ ഇപ്പം ടൈപ്പ് ചെയ്യുന്നുണ്ട്, MOU സൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഫ്യൂച്ചർ ലുക്സ് വെരി ബ്രൈറ്റ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ടാർഗറ്റ് 260 crores ആണ്. ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. കെ ഫോണിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ലെന്ന് MD ഡോക്ടർ സന്തോഷ് ബാബു IAS. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കെ ഫോൺ പദ്ധതി ആരംഭിച്ച മുതൽ ഒരുപാട് വിമർശനങ്ങൾ സമൂഹത്തിന് നേരിടുന്നുണ്ട്. MD എന്ന നിലയിൽ സാർ ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? വിമർശനങ്ങൾ നമ്മുടെ കുറേ സമയം പോയി കിട്ടും. പക്ഷേ അതൊരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ബിക്കോസ് ഓരോ നെഗറ്റീവ് കോമൻറ്റും വരുമ്പോൾ നമുക്കതിനെ ബെറ്ററായിട്ട് എങ്ങനെ ബെറ്റർ ചെയ്യാം, അത് ഇറ്റ്സ് ബേസിക്കലി എൻ അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ. അപ്പം നമുക്കുള്ള ഇൻഫർമേഷനും ഇപ്പം വെളിയിലുള്ള ആൾക്കുള്ള ഇൻഫർമേഷനും കാണത്തില്ല, വ്യത്യാസമായിരിക്കും. ആ ഇൻഫർമേഷൻ്റെ അസിമെട്രി കാരണമാണ് അവർ അങ്ങനത്തെ അലിഗേഷൻസ് റേസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഹോൾ പേർപ്പസ് ആ അസിമെട്രിയെ കുറയ്ക്കുക. നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എത്രമാത്രം അവർക്കും പകർന്നു കൊടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഞങ്ങളൊരു ചെറിയ ടീമാണ്, 10 മെമ്പർ ടീമാണ്. പിന്നെ ഡിസ്ട്രിക്റ്റ് 14 പേര്, 24 മെമ്പർ ടീമാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ടു ഓൾ ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് ഈസ്, നിങ്ങളൊരു കണക്ഷൻ എടുത്ത് നോക്കൂ. കണക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെളിയിൽ നിന്നിട്ട് കല്ലെറിയുന്നത് ശരിയല്ല. ഒരു കണക്ഷൻ എടുത്തിട്ട് കണക്ഷൻ നല്ലതാണോ, സ്റ്റഡിയാണോ, സ്റ്റേബിളാണോ നിങ്ങൾ നോക്കുക. എനിക്ക് ഇപ്പം 1,20,719 കണക്ഷൻ ഇന്നലെ വൈകുന്നേരം വരെ ഉള്ളതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം അതിൻ്റെ പുറകിലുള്ള റീസൺസ് വേറെയാണ്. അതിന് പുറകെ നമുക്ക് നടക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബട്ട് അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് സർവീസിനെ ഇമ്പ്രൂവ് ചെയ്യുക. വേൾഡ് ക്ലാസ് സർവീസ് കൊടുക്കണമെന്നാണ് കെ ഫോൺ ഉദ്ദേശിക്കുന്നത്. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കെ ഫോൺ MD ആയിട്ടുള്ള ഞാനും അങ്ങനെയാണ്, ഞങ്ങളുടെ ടീമും അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. വിദേശ ബോക്സ് ഓഫീസിൽ 100 കോടി പിന്നിടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി ലോക. 200 കോടി ആഗോള കളക്ഷൻ പിന്നിട്ട ചിത്രം കുതിപ്പ് തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ വെയ്ഫറർ ഫിലിംസ് നിർമ്മിച്ച 7ാം ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര വിദേശ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നു. വിദേശത്തു നിന്ന് 100 കോടിയിലധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് ലോക. 200 കോടി ആഗോള കളക്ഷൻ പിന്നിട്ട ലോക മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ ചിത്രവുമായിരിക്കുകയാണ്. റിലീസ് ചെയ്ത 2 ആഴ്ച കൊണ്ടാണ് ലോക നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ബിഗ് ബജറ്റ് ചിത്രം രചിച്ചു സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. റിലീസായി 7 ദിവസം കൊണ്ട് തന്നെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 10,190 രൂപയും പവന് 81,520 രൂപയിലുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ്
8330 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 135 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.